അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടൊരു ലവലോലിക്ക അച്ചാർ ഉണ്ടാക്കിയാൽ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇത് ഞാൻ ഇന്നലെ തന്നെ ഉപ്പിലിട്ട് വെച്ച ലവലോലിക്കയാണ്. തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ചെയ്യണം, കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ നെല്ലിക്കയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നെല്ലിക്ക മാറ്റി വയ്ക്കണേ. ഇനി 1 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഉലുവാപ്പൊടി ഒരിക്കലും സ്കിപ്പ് ചെയ്യില്ല, കാരണം ഇതിന് നല്ല പുളിപ്പാണ്. ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇനി നന്നായിട്ട് കുറച്ചൊന്ന് കുറുകാൻ വേണ്ടി വയ്ക്കാം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ലവലോലിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. ലവലോലിക്ക ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല, കാരണം അത് വെന്ത് പോയാൽ കൊള്ളില്ല. അതുകൊണ്ടാണ്. അപ്പോൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ലവലോലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ.